തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നിർണായക യോഗം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതാദ്യമായാണ് ആം ആദ്മി പാർട്ടി നേതൃയോഗം ചേരുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പല സ്റ്റാറ്റിസ്റ്റിക്സുകൾ പുറത്തു വന്നിരുന്നു. അതിലൊക്കെ തുടക്കത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്രിപ്പ് പിന്നീട് ക്രമേണ കുറഞ്ഞു വരികയും അവരുടെ ഈ പല വാഗ്ദാനങ്ങൾ, അതിനേക്കാൾ മികച്ച വാഗ്ദാനങ്ങൾ BJP നൽകിക്കൊണ്ട് ഈ മധ്യവർഗത്തെയും താഴെത്തട്ടിലുള്ളവരെയും സ്വാധീനിക്കാൻ കഴിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നൊക്കെയുള്ള കണക്കുകൾ വന്നിരുന്നു. ആം ആദ്മി പാർട്ടി ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയം മുഴുവൻ വിലയിരുത്താൻ യോഗം ചേരുകയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇത്തവണ ഡൽഹിയിൽ വിജയം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ പ്രചരണ മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം തന്നെ അത് ഉറപ്പുവരുത്തുമെന്ന വിശ്വാസമാണ് അവസാന നിമിഷം വരെ ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രകടിപ്പിച്ചത്. എന്നാൽ വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നേരിടുകയും പ്രത്യേകിച്ച് പാർട്ടിയുടെ മുഖമായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത് ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 12 ദിവസം ഇത്തരത്തിലൊരു അവലോകന യോഗം പോലും ചേരാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ആദ്യമായി ആം ആദ്മി പാർട്ടി അത്തരത്തിലൊരു യോഗം ചേരുകയാണ്. പാർട്ടിയുടെ ഡൽഹി കൺവീനറായ ഗോപാൽ റായ് ആണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ചുമതലയുള്ള നേതാക്കൾ, കൂടാതെ ഓരോ മണ്ഡലത്തിന്റെയും ചുമതലയുള്ള നേതാക്കൾ എന്നിവരെയാണ് യോഗത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ വിശദമായ അവലോകനം തന്നെ ഉണ്ടാകും. എന്താണ് യഥാർത്ഥ പരാജയ കാരണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം, അത് പാർട്ടിയുടെ പ്രചരണ മുദ്രാവാക്യമാണോ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രതിച്ഛായ തകർന്നതാണോ പരാജയത്തിന് കാരണമായത് എന്നതുള്ള അവലോകനത്തിനോടൊപ്പം തന്നെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകരാതെ മുന്നോട്ട് നീങ്ങാൻ ആവശ്യമായ തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്നത്തെ യോഗം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. UGC റെഗുലേഷനെതിരായ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനെതിരെ കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട്. UGCക്കെതിരായ നടപടി കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഈ UGC റെഗുലേഷനെതിരായതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നതാണല്ലോ ഈ കത്തിലെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ഗവർണർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ എന്താണ് ആ കത്തിലെ ഉള്ളടക്കം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, നാളെയാണ് സംസ്ഥാനത്ത് UGC കരട് റെഗുലേഷനെതിരെയുള്ള കൺവെൻഷൻ നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി VC മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. ഈ കൺവെൻഷനെതിരെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു. തനിക്കടക്കം മെസ്സേജ് വന്നത് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് കരട് നയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ആണ് അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ പിന്നീടാണ് അറിയുന്നത് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്, സമരമാണ് എന്ന് മനസ്സിലാകുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്, തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടതുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് കേട്ടുകേൾവിയില്ലാത്ത നടപടികളാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നതെന്നും ഈ കത്തിൽ പറയുന്നു. എന്തായാലും ഗവർണർ ഇതിൽ മറുപടി എന്ത് നൽകുമെന്നുള്ളത് നിർണായകമാണ്. കാരണം നാളെയാണ് ഈ യോഗം നടക്കേണ്ടത്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസിനൊപ്പം ഈ ചെലവ് കൂടി വിവിധ യൂണിവേഴ്സിറ്റികൾ സ്വന്തം നിലയിൽ വഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഒരുപക്ഷെ ഗവർണർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികളും മറ്റ് കൺവെൻഷനിൽ പങ്കെടുക്കേണ്ട ആളുകളും എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ചെലവ് യൂണിവേഴ്സിറ്റി വഹിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.